സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ചില കായിക താരങ്ങളുടെ വീടിന്റെ അവസ്ഥ ഞാൻ നേരിട്ട് തിരിച്ചറിയുകയുണ്ടായി. ഇതിൽ സ്വർണം നേടിയവരും മീറ്റ് റെക്കോർഡ് നേടിയവരുമുണ്ട്. ഇടുക്കി സ്വദേശിനിയായ ദേവപ്രിയയ്ക്ക് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി വീട് വെച്ചു കൊടുക്കുവാൻ അറിയിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് കോഴിക്കോട് സ്വദേശിനിയായ ദേവനന്ദയ്ക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ മീറ്റ് സ്വർണം നേടിയ അർഹരായവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണിത്. നിലവിൽ 50 വീട് വെച്ച് നൽകുവാനാണ് ലക്ഷ്യം. ഇതിനായി വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ നല്ലവരായ ജനങ്ങളോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ പദ്ധതിയിൽ വീട് വെച്ച് നൽകുവാൻ താൽപര്യമുള്ളവർ വകുപ്പിനെ സമീപിച്ചാൽ പാവപ്പെട്ട കുട്ടികൾക്ക് അത് വലിയ കൈത്താങ്ങാകും. 3 മാസത്തിനകം അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കണമെന്നുള്ള കാര്യമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഒന്ന് വീടില്ലാത്തവരുണ്ട്, വീടും സ്ഥലവും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അത് അനുസരിച്ചുള്ള എത്രയാണെന്ന് വെച്ചാൽ അവിടുത്തെ മാർക്കറ്റ് റേറ്റൊക്കെ നോക്കിയിട്ട് അതിൽ നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പഞ്ചായത്തിന് കൊണ്ട് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പം ലൈഫിൽ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ പിന്നെ സ്ഥലം വാങ്ങാൻ വേണ്ടി 6 ലക്ഷം രൂപയാണ്. ലൈഫിൽ കൊടുക്കുന്ന 10 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും.